ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കുസ്ത ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 2-ാം ദിവസമാണ് ഇന്ന്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ശക്തമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാം എടുത്തു മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഈശോയുടെ 2-ാം വരവിന് വേണ്ടി ഒരുങ്ങുമ്പോഴും നമ്മുടെ ലോകാവസാനത്തിന് വേണ്ടി, അതായത് നമ്മുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചു വയ്ക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നൊവേന നമുക്ക് ഇന്നലത്തേതുപോലെ തന്നെ ചൊല്ലാം. ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രാരംഭ ഗാനം പാടാം. പിന്നെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 ഒന്ന് വായിക്കാം. കർത്താവ് തൻ്റെ ഏകജാതനം നൽകാൻ തക്കവണ്ണം അത്രയധികമായി ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുക. സ്നേഹത്തിൻ്റെ അച്ചാരമായ ആത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ മറുരൂപമാണ്. ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്നത് ആത്മാവിലൂടെയാണ്. കർത്താവ് അവിടെ പോയിട്ട് ആത്മാവിനെ അയക്കാം, സഹായകനെ അയക്കാം എന്നല്ലേ പറയുന്നത്. നമുക്ക് ഇതെല്ലാം ധ്യാനിച്ചുകൊണ്ട് മനസ്താപ പ്രാർത്ഥന ചൊല്ലാം. ഇന്നലെ നമ്മൾ ചൊല്ലിയത് എടുത്തു നോക്കി ചൊല്ലാം. എളിമയുടെ പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാം. ഇന്ന് ഗലാത്യ 4 മുതൽ 9 വരെ നമുക്ക് വായിക്കാം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പിതാവും പുത്രനും ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനിരുന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കാൻ നമ്മോട് ഒരുങ്ങാൻ പറയുന്ന ദിവസങ്ങളാണിത്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 17:20 മുതൽ 23 വരെ നമുക്ക് വായിക്കാം. ലോകത്തിനെ രക്ഷിക്കാനായി മനുഷ്യന് പാപമോചനം നൽകാൻ വന്ന യേശു നമ്മളിലേക്ക് അയക്കാൻ പോകുന്ന പിതാവ് നമുക്ക് ദാനമായി തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട് പാടാം. ആദ്യ ദിവസത്തെ പോലെ തന്നെ സമാപന പ്രാർത്ഥനയും ചൊല്ലാം. സമാപന ഗാനവും നമുക്ക് ചൊല്ലാം. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിലെ റൂഹ എന്ന പദത്തെയും ഗ്രീക്ക് ഭാഷയിലെ പ്നേവുമ എന്ന പദത്തെയുമാണ് ആത്മാവ് എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ ഗ്രീക്കിലെ ഭാഷയിലെ പ്നേമ എന്ന വാക്കിന് കാറ്റ്, വായു എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ആത്മാവ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. യോഹന്നാൻ 3:8 അത് പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ തന്നെ ആത്മാവ് എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വചനം പറഞ്ഞാൽ അത് ഓരോ ദിവസവും എടുത്ത് വായിച്ച് ധ്യാനിക്കാൻ നല്ലതാണ്. പരിശുദ്ധ തൃത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ലൂക്കാ 11:13 വായിച്ച് ധ്യാനിക്കാം. ഈ ദിവസങ്ങളിൽ എല്ലാ വചനവും ധ്യാനിക്കണമെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഈ വചനങ്ങൾ 1-2 വചനമെടുത്ത് ധ്യാനിക്കുന്നത് നല്ലതാണ്. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ അശുദ്ധാത്മാവ് കയറി വരും. 1 സാമുവേൽ 18:10 ലൂക്കാ 4:33 നമുക്ക് അറിയാം. പിറ്റേ ദിവസം ദൈവം അയച്ച ഒരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അപ്പോൾ പിശാചുക്കളെ അശുദ്ധാത്മാക്കൾ എന്നും പറയും. പരിശുദ്ധാത്മാവ് റൂഹ നമ്മളിൽ വന്നു നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞാൽ ഇതുപോലെയൊക്കെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഒരു നാണവും ഉണ്ടാകില്ല, ചുറ്റുമുള്ളവരെ നോക്കില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടന്ന ഒരു കൺവെൻഷനാണ്. യുവാക്കൾ
യുവാക്കളിങ്ങനെ കൂടി നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ആടിപ്പാടി ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണിത്. ആത്മാവ് വന്നു നിറഞ്ഞാൽ മുഖത്ത് ചിരി വരും. കാര്യകാരണങ്ങളൊന്നും നോക്കാതെ ചിരി വന്നുകൊണ്ട് ഈശോയോടുള്ള സ്നേഹം നിറഞ്ഞ് ഇങ്ങനെയൊക്കെ ആടിപ്പാടും. ഇത് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. എൻ്റെ 2 കൊച്ചുമക്കളും വീട്ടിൽ വല്ലാണ്ട് ശല്യം ചെയ്തപ്പോൾ പെരുമഴയുടെ സമയത്ത് ഞാൻ കാർപോർച്ചിലേക്ക് കൊണ്ടുവന്നു. കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. ഒരാൾക്ക് ബോട്ടൊക്കെ ഇട്ട് ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് കടലാസ് ബോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും അവർ സ്വൈര്യമായിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇവരെ കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചുകൂടാ. ഞാൻ ഇന്ന് അവളോട് പറഞ്ഞു, മോളെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ പരപരാന്ന ക്വസ്റ്റ്യൻസാണ്. ആരാണ് പരിശുദ്ധാത്മാവ്, അതെന്തുട്ടാ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈശോ ഇന്നലെയാണ് ഇത് നടന്നത്. ഈശോ ഇന്ന് സ്വർഗത്തിലേക്ക് പോയില്ലേ? ഈശോ സ്വർഗത്തിൽ പോയിട്ട് അവിടെ എന്തുട്ടാ ചെയ്യണേ? അപ്പോൾ അതിന് മറുപടി നമ്മൾ പറയണം. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. വലതുഭാഗത്തിരുന്നിട്ട് എന്തുട്ടാ ചെയ്യണേ? നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. മാധ്യസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞത് ഒന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. മോൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എന്തുട്ടാ ഈ പരിശുദ്ധാത്മാവ്? അപ്പം ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പ്രാവാണോ പരിശുദ്ധാത്മാവ്? ഞാൻ പറഞ്ഞാൽ ആ പ്രാവിൻ്റെ രൂപത്തിലും വരും. തീയാണോ പരിശുദ്ധാത്മാവ്? തീയൻ്റെ രൂപത്തിലും വരും. അപ്പോൾ അങ്ങനെ സാരി എടുത്തും വരുമോ, മാക്സി ഇട്ട് വരുമോ, ഉടുപ്പിട്ട് വരുമോ? ഇതൊക്കെയാണ് ഇവരുടെ ചോദ്യം. കാരണം ഇവരുടെ പ്രായം അതാണല്ലോ. ഞാൻ പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, 5 വയസ്സുകാരിയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നിനക്ക് അടയാളം തരും. ഉവ്വോ, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ നമുക്ക് കൊന്ത പിടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. വെറുതെ ഞാൻ പറഞ്ഞതാണ്, അകത്തുനിന്ന് ശല്യം പോകാൻ വേണ്ടി കൊന്തയും പിടിച്ച് ഇവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണമേ, ഞങ്ങൾ വന്നെന്നറിയണമേ, പരിശുദ്ധാത്മാവേ 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 ഞങ്ങൾ വന്നെന്നറിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണമേ, 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 പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണമേ. കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അവൾ ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഒപ്പം പ്രാർത്ഥിച്ചു. 50 എണ്ണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് അക്കുവിൻ്റെ പേരിൽ തെരേസ് മറിയ എന്നാണ് പേര്. ഞാൻ പറഞ്ഞു, നിൻ്റെ പേര് എഴുതിയിട്ട് ഞാൻ എണ്ണി വയ്ക്കാം. ഈ 9 ദിവസം നമുക്കിങ്ങനെ ചൊല്ലാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഭയങ്കര ആവേശത്തിലാണ്. നമുക്ക് ചൊല്ലാം അമ്മാമ്മേ, കൊന്തയെടുക്ക്. വീണ്ടും കൊന്തയെടുത്ത് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് 50 പ്രാവശ്യം കൂടി ചൊല്ലി. പ്രിയ സഹോദരങ്ങളെ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരിടപെടൽ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിന് കാണിച്ചു കൊടുത്തു. കാരണം അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നീ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വരും, അത് നിനക്ക് മനസ്സിലാകുമെന്ന്.
100-ാമത്തെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിച്ച് കൊന്ത കയ്യിൽ തരുമ്പോൾ ഞങ്ങളിരിക്കുന്ന ആ കാർപോർച്ചിൽ ഒരു സ്വർഗീയ സുഗന്ധം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞുമോളോട് ഞാൻ പറഞ്ഞു, നിനക്കൊരു നല്ല മണം വരുന്നുണ്ടോ? അപ്പോൾ നല്ല മണം വരുന്നുണ്ട് മാമേ. അതാണ് പരിശുദ്ധാത്മാവ്. എന്ത് പറയും അവളോട്? ഞാൻ അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. കാറ്റായും സുഗന്ധമായും തീയായും അഗ്നിയായും ഒക്കെ വരും. പക്ഷേ കുറുമ്പ് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ ഒരു കുറുമ്പും ചെയ്യില്ല മാമയെന്ന്. അടുത്ത നിമിഷം തന്നെ അനിയത്തിക്ക് ഒന്ന് കൊടുത്തു, അവൾ കുറുമ്പ് ചെയ്തേന്. അപ്പം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കുറുമ്പ് ചെയ്യരുതെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇതുപോലെ വിളിച്ചാൽ സ്ഥലവും കാലവും സമയവും ഒന്നും നോക്കില്ല സഹോദരങ്ങളെ. നിർമ്മല മനസ്സോടുകൂടെ പരിശുദ്ധാത്മാവ് വരണം എന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരും. വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി കൂടെ, ഒരു സംഭവം കൂടെയാണ് അന്നുണ്ടായത്. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ നിന്ന് പോലും സുഗന്ധ അഭിഷേകം വരികയാണ് 1 സെക്കൻഡ് നേരത്തേക്ക്. അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചാൽ എവിടെ നിന്നാ മാമയെ ഇങ്ങനെ മണം വരുന്നത് എന്ന്. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവായിരിക്കും എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുക. നമ്മളൊന്ന് വിളിച്ച് നമ്മുടെ ഹൃദയമൊന്ന് ശരിയാക്കി, നമ്മുടെ ഹൃദയമാകുന്ന വയലൊന്ന് നിരപ്പാക്കി, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും, പ്രവചന വരം തരും, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മെ മുൻകൂട്ടി അറിയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കുറേ വരങ്ങൾ നമുക്ക് ദാനമായി നൽകും. സകല വരങ്ങളും ദാനങ്ങളും എല്ലാത്തിലും ഉപരി ഫലങ്ങൾ ഞങ്ങളിൽ നിറയാൻ പ്രാർത്ഥിക്കണം. സ്നേഹം, കരുണ, ദയ, നന്മ, വിശ്വസ്തത ഇതെല്ലാം നമ്മൾ വന്നു നിറയാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഇന്നു മുതൽ ഒരു കൊച്ചു സുഹൃതം പോലെ ഇങ്ങനെ ചെയ്താലോ? പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പറ്റാവുന്നത്രയും ഇതുപോലെ കൊന്ത പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പന്തക്കുസ്ത ദിനം വരുമ്പോഴേക്കും എത്ര പ്രാവശ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ പറ്റും? ഞാനും എൻ്റെ കൊച്ചുമോളും ഇത് തുടങ്ങി വെച്ചിരിക്കുക. ഒരു കടലാസിലെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ പേരിൽ 150 പ്രാവശ്യം അവൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഞാനും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നീയാണോ അമ്മാമ്മയാണോ കൂടുതൽ ചൊല്ലുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുഞ്ഞുമോൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും എന്നെ വിളിക്കണം കേട്ടോ, നമുക്കിവിടെ വന്നിരുന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിക്കാം, അപ്പോൾ നല്ല മണം വരുമല്ലേ എന്ന്. ഞാൻ ചിരിച്ചു പോയി. മോളെ എപ്പോഴും ഇങ്ങനെ മണമൊന്നും വരില്ല, മണം വരുന്നതിലല്ലല്ലോ കാര്യം. അപ്പോൾ അവൾ ചോദിച്ചു, അപ്പോൾ തീയാണോ പരിശുദ്ധാത്മാവ്? ഈ പുസ്തകത്തിൻ്റെ ചട്ടയിൽ തീയാണല്ലോ, തീയായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളില്ലേ? ഞാൻ പറഞ്ഞത് പൊള്ളാത്ത തീയാണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത് കാത്താണ് ഇരിക്കുന്നത് ഇവർ. നമുക്കും പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാം. കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ആത്മാവ് വരും നമ്മുടെ ഹൃദയത്തിലേക്കും. ദൈവം നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണല്ലോ പിതാവിൻ്റെ വലതുഭാഗത്ത് പോയിരിക്കുന്നത്. ആ ദൈവം നമുക്കും തരും പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഹൃദയമായിട്ട്, ഒരു ഇരിപ്പിടമായിട്ട് മാറും എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിന്ന് ഈ ഒരു സുഹൃതം നൊവേന ചൊല്ലിയതിന് ശേഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സുഹൃതം കടലാസെടുത്ത് എഴുതി വെച്ച് എത്ര പ്രാവശ്യം ഈ 9 ദിവസം നമുക്കിങ്ങനെ ചൊല്ലാൻ പറ്റും, ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ പറ്റും. ഈ കുഞ്ഞ് അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നല്ല, എന്തോ പ്രാവ് പോലത്തെ ഒരു സാധനം, പിന്നെ അമ്മാമ്മ പറയുന്നുണ്ട് തീ പോലത്തെ ഒരു സാധനം. എന്തായാലും അവൾ പറഞ്ഞു എനിക്ക് പ്രാവ് മതിയെന്ന്, മറ്റത് അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് പ്രാവിനെ കിട്ടാൻ വേണ്ടി അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അടയാളം കൊടുത്തുവെങ്കിൽ നമ്മളും ആത്മാർത്ഥമായിട്ട് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് പല അനുഭവങ്ങളും തരും. നിങ്ങൾക്ക് അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് ഇടണം. കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ, സന്ദേശങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷമായി. നമുക്കൊരുങ്ങാം കേട്ടോ. 2-ാം ദിവസം ഇങ്ങനെയായിരിക്കട്ടെ നമ്മുടെ ഒരുക്കം. നൊവേന ചൊല്ലിക്കഴിഞ്ഞിട്ട് നമുക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ വന്ന് നിറയണമേ എന്ന് പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.